ഹേ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അപ്പൊ ചക്കയുടെയും മാങ്ങയുടെയൊക്കെ സീസൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആഴ്ചയിൽ ഒന്നെങ്കിലും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അല്ലേ ചക്കക്കുരു മാങ്ങ കറി. പണ്ട് തൊട്ടേ, എനിക്ക് ഓർമ്മ വെച്ച നാൾ തൊട്ടേ ഞാനിത് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് പെട്ടെന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഓടിപ്പോയെന്ന് നോക്കാവേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയല്ലേ. ഇതിന്റെ കൂടെ ഒരു ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ടല്ലേ. അപ്പൊ ദാ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ചിരണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു 4 കഷ്ണമാക്കി ഒന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ കൂടെ തന്നെ പച്ചമാങ്ങ അരിഞ്ഞതും ചുവന്നുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണേ. അതിനുശേഷം നമ്മൾ ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് വെന്ത് വരാനായിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുത്. എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് അതൊന്ന് വെന്ത് വരട്ടെ. നമുക്കപ്പോൾ അരപ്പിനായിട്ടുള്ളത് തയ്യാറാക്കാം. 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചക്കക്കുരുവിന്റെയും മാങ്ങയുടെയൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 കപ്പ് തേങ്ങയിലോട്ട് 1 കഷ്ണം വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ ചെറുജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊരു വെണ്ണ പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരഞ്ഞു വരണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞു വന്നതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരുവും മാങ്ങയിലേക്ക് നമുക്ക് ഈ അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചക്കക്കുരുവും മാങ്ങയും. ഇതിലേക്ക് നമുക്ക് ഈ അരപ്പൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം നന്നായിട്ട്. അതിനുശേഷം ഈ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയതിന് ശേഷം ഇത് തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ചെറുതായിട്ട് ചൂടായി കഴിയുമ്പം ഇതൊന്ന് ഇറക്കി വെക്കാവുന്നതാണ്. വേറൊരു പാൻ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും ചെറിയുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഈ കറിക്ക് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം എല്ലാം കൂടി യോജിപ്പിച്ച് ചൂട് ചോറിന്റെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.